ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ യൂറോപ്പിലുള്ള ഡിവൈസസ് റെഡി. ഓക്കെ, 6 പേരേ ഉള്ളൂ അല്ലേ? 3 പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും റെക്കോർഡിംഗ് തരുന്ന പ്രശ്നമില്ല. 4 മാസം കഴിഞ്ഞു. നിങ്ങൾ എന്നിട്ട് ഇത്ര സീരിയസ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ റെക്കോർഡ് തരിക? ഓക്കെ, എനിവേ യൂറോപ്പിലുള്ള കുറച്ച് രാജ്യങ്ങളൂടെ. സ്വിറ്റ്സർലാൻഡ് കേട്ടിട്ടുണ്ടല്ലോ? സ്വിറ്റ്സർലാൻഡ് കേട്ടിട്ടില്ലേ? സ്വിറ്റ്സർലാൻഡ് ക്യാപിറ്റൽ ഏതാ? സ്വിറ്റ്സർലാൻഡ് ക്യാപിറ്റൽ ഏതാ? ക്യാപിറ്റൽ പറയുന്നത് അറിയുന്ന ഒരു സിറ്റിയുടെ പേര് പറഞ്ഞു. ബേൺ. ഓഹോ, അറിയാപ്പോ ബേൺ. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഇമ്പോർട്ടന്റ് ഏറ്റവും വലിയ, സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ സിറ്റി ഏതാ? സൂറിച്ച് ആട്ടോ. സൂറിച്ച് കേട്ടിട്ടില്ലേ? സൂറിച്ച്. അപ്പൊ ക്യാപിറ്റൽ ബേൺ ആണ്. ബേൺ. കറൻസി കുറച്ച് ഫേമസ് ആണ്. സ്വിസ് ഫ്രാങ്ക്. ഇനി ബെൽജിയം കേട്ടിട്ടുണ്ടാവുമല്ലോ? ബെൽജിയം. ഞാൻ മാപ്പ് കാണിക്കണില്ലേ? ബെൽജിയം യൂറോപ്പിലുള്ള ഏറ്റവും കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കുറച്ചുകൂടി കൺട്രീസ് ആണ്. അവരാ പറഞ്ഞു, നിർമ്മല നകുല പറഞ്ഞു ലാത്വിയ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ലാത്വിയ എന്നൊക്കെ പറഞ്ഞ യൂറോപ്പിലുള്ള ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നും. അപ്പൊ അതുവരെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ പഠിക്കണം. ബെൽജിയം. ബ്രസൽസ് ആണ് ക്യാപിറ്റൽ. ബി ബ്രസൽസ്. കറൻസി യൂറോ ആണ്. ബെൽജിയം യൂറോ. ബ്രസൽസ്. ഇനി ബെൽജിയം. ഈ ബെൽജിയം നമ്മുടെ ഫുട്ബോളിൽ ഒരു നല്ല ഒരു കൺട്രി കേട്ടോ. ഫുട്ബോളിൽ കുറച്ച് ഫേമസ് ആയ കൺട്രിയാണ് ബെൽജിയം. സ്വിറ്റ്സർലാൻഡ് ബേൺ ആണ്. ബെൽജിയം, ബ്രസൽസ്, യൂറോ. ഇവിടെ സ്വിസ് ഫ്രാങ്ക്. ഇനി നെതർലാൻഡ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ? നെതർലാൻഡ്സ്. മുമ്പ് ഇതിന് ഹോളണ്ട് കൂടി എന്ന് പേരുണ്ടായിരുന്നു. ഹോളണ്ട്. പറങ്കികൾ എന്ന് കേട്ടിട്ടില്ലേ? പറങ്കികൾ നമ്മുടെ പറങ്കിപ്പട. നെതർലാൻഡ്സ് എന്നുള്ളവരാണ് പറങ്കികൾ. പണ്ട് എന്ത് പേരുണ്ടായിരുന്നു? ഹോളണ്ട് എന്നുള്ള പേരുണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഇപ്പോ മുഴുവനായിട്ടും ഹോളണ്ട് എന്നുള്ള പേര് ഇവർ ഉപേക്ഷിച്ചു റീസെന്റ് ആയിട്ട്. ഇപ്പൊ നെതർലാൻഡ്സ് തന്നെയാണ് പേര്. നെതർലാൻഡ്സിന്റെ ക്യാപിറ്റൽ എന്താ? ആംസ്റ്റർഡാം ആണ്. ആംസ്റ്റർഡാം 5-ാം പാതിരയിലല്ലേ ഉള്ളത്? 5-ാം പാതിരയിലുള്ള ഒരു ഫേമസ് ഡയലോഗ് അല്ലേ ഉള്ളത്? ആംസ്റ്റർഡാമിൽ വെച്ച് ഒരാൾ മരിച്ചാൽ ആ ഡയലോഗ്. ആംസ്റ്റർഡാമിൽ വെച്ച് ഒരാൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ കവിത എഴുതും. ആംസ്റ്റർഡാം തന്നെയല്ലേ 5-ാം പാതിരയിലുള്ള ആ ഡയലോഗ്? അത് തന്നെയാണോ? ഓക്കെ. നെതർലാൻഡ്സിന്റെ ക്യാപിറ്റൽ ആണ്. കറൻസി യൂറോ തന്നെ. നെതർലാൻഡ്സ്, ആംസ്റ്റർഡാം. സെർബിയ. പഴയ സോവിയറ്റ് യൂണിയന്റെ ടച്ചുള്ള ഒരു കൺട്രിയാണ് സെർബിയ. ബെൽഗ്രേഡ്. ക്യാപിറ്റൽ ബെൽഗ്രേഡ്. ഈ ബെൽഗ്രേഡ് ഇപ്പോഴൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ലെങ്കിലും പണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമായിരുന്നു. കാരണം ഈ ഓട്ടോമൻ, പഴയ തുർക്കിയിലുള്ള ഓട്ടോമൻ വംശജരും റെസ്റ്റ് ഓഫ് ദ യൂറോപ്പും ഒരു യുദ്ധം നടന്നൊരു സ്ഥലമാണ് ഈ ബെൽഗ്രേഡ്. ബാറ്റിൽ ഓഫ് ബെൽഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ സെർബിയ. ബെൽഗ്രേഡ്. കറൻസി സെർബിയൻ ദിനാർ ആണ്. ഈ ദിനാറൊക്കെ എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഇത് ആക്ച്വലി ഒരു അറബ് വേർഡ് പോലെ അല്ലെ? അറബ് കൺട്രീസിലുള്ള ഒരു കറൻസി അല്ലേ? അതുള്ള ഒരു സ്ഥലമാണ് എന്ത്?
ഒരു യൂറോപ്യൻ കൺട്രിയാണ് സെർബിയ. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ബേൺ, സ്വിസ് ഫ്രാങ്ക്, ബെൽജിയം ബ്രസൽസ് യൂറോ, നെതർലാൻഡ്സ് ആംസ്റ്റർഡാം യൂറോ, പിന്നെന്താ സെർബിയ ബെൽഗ്രേഡ് സെർബിയൻ ദിനാർ. ഇത്രയൊക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ എടുത്തത് പറഞ്ഞേ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് 1857 റിവോൾട്ടിനെ പറ്റിയിട്ടല്ല പറഞ്ഞ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ റിവോൾട്ടിനെ പറ്റി? നെയ്തർ നാഷണൽ എന്തായിരുന്നു? നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് ആരാ 1857 റിവോൾട്ടിനെ പറ്റി? RC മജുംദാർ അല്ലെ. VD സവർക്കർ എന്താ പറഞ്ഞത്? ആരാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞത്? VD സവർക്കർ അല്ലെ. VD സവർക്കർ. VD സവർക്കർ ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞത് അല്ലെ. ഇനി നമുക്കൊക്കെ ചെറുപ്പകാലത്ത് അറിയുന്നത് എങ്ങനെയാ ഇത്? ഇത് സിപ്പായി ലഹള എന്നല്ലേ വിളിച്ചത്? സിപ്പായി ലഹള എന്നാണ് ഇതിന്റെ മലയാളം. സിപ്പായി ലഹള, അതായത് സിപ്പോയ് മ്യൂട്ടിനി. സിപ്പോയ് മ്യൂട്ട് സോറി ജസ്റ്റ് ഒന്ന് കണക്ഷൻ ലോസ്റ്റ് ആയത് വന്നിട്ടുണ്ട്. ഇപ്പൊ സിപ്പോയ് മ്യൂട്ടിനി എന്ന് പറഞ്ഞതാരാ? സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിച്ചതാരാ? മേഘ ജസ്റ്റ് ഒന്ന് കട്ടായതാ. മേഘ തീരെ കേൾക്കണില്ല മേഘക്ക്. മാലിസൺ. മാലിസൺ അല്ലെ. എ ഹിന്ദു മുസ്ലിം കോൺസ്പിറസി എന്ന് പറഞ്ഞത് ആരാ? എ ഹിന്ദു മുസ്ലിം കോൺസ്പിറസി നിങ്ങൾ വിളിച്ചതാരാ? ഔട്ട്റാം ആൻഡ് ടൈലർ. ഇത് ഇത്രയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നു? ഒബ്വിയസ്ലി നമ്മുടെ ബ്രിട്ടീഷുകാർ എണ്ണം കൂട്ടി അല്ലെ. വൈറ്റിന്റെ എണ്ണം ആർമിയിൽ കൂട്ടി അല്ലെ. പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ആ പദവി വൈസ്രോയിലേക്ക് മാറി. അതാ ജസ്റ്റ് ആ പേര് മാറുകയാണോ ചെയ്യുന്നത്? അല്ല, അതിന് അതിൻ്റെതായ എഫക്റ്റും ഉണ്ടാവും അല്ലെ. വൈസ്രോയി ആകുമ്പോൾ അതിന്റെ ഒരുപാടായിട്ടുള്ള അധികാരങ്ങളൊക്കെ മാറും. ബ്രിട്ടീഷ് പിന്നെ ഡിവൈഡ് ആൻഡ് റൂള് വീണ്ടും പർസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇത്രയായിരുന്നു ഉള്ളത്. നമ്മളതിന് പഠിക്കാനുള്ളത്, ഞാൻ നിങ്ങൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇനി ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത് കുറച്ച് സംഘടനകളുണ്ട്. ആ സംഘടനകൾ ആക്ച്വലി ഇതുമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒന്നിച്ച് തന്നെ രൂപം കൊണ്ട ഒരുപാട് സംഘടനകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ടും നമ്മുടെ അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയുള്ള കുറച്ച് സംഘടന ഉണ്ട്. അത് പിന്നെ സാധാരണ ഇപ്പൊ പഠിക്കാനുള്ള വൈസ്രോയി ഓരോ കാലഘട്ടത്തിലും 1857 തൊട്ട് 1947 വരെ വൈസ്രോയിമാരാണല്ലേ ഭരിച്ചത്. ഇപ്പോഴുള്ള പ്രൈം മിനിസ്റ്റർ ഒക്കെ പോലെ വൈസ്രോയി ആണല്ലേ ഭരിച്ചത്.
ഈ വൈസ്രോയിമാര് അവരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തു, അവരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഇത് ഒരു മേജർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. ഞാനത് സ്റ്റാർട്ട് ചെയ്തില്ല, എന്നാൽ ചോദിക്കാണ്. 1857 ആരായിരുന്നു നമ്മുടെ ഫസ്റ്റ് വൈസ്രോയി? ആരായിരുന്നു അറിയോ ആർക്കെങ്കിലും? ലോർഡ് കാനിങ് അല്ലെ, ലോർഡ് കാനിങ്. നമ്മുടെ ഫസ്റ്റ് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കാനിങ്. ഓക്കെ, അറിയില്ലെങ്കിൽ നോക്കണേ. ലോർഡ് കാനിങ് ആയിരുന്നു. ഞാൻ ഇതിനിടയിലുള്ളവരത് എഴുതുന്നില്ലേ, ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. 1947 ആരായിരുന്നു അവസാനത്തേത്? ഇന്ത്യൻ ആണെങ്കിൽ സി രാജഗോപാലാചാര്യാണ്. അതിനു മുന്നേ ഉള്ള ബ്രിട്ടീഷുകാരുടെ തന്നെയാണെങ്കിൽ ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൺ അല്ലെ. മൗണ്ട് ബാറ്റൺ ആണ് ഇന്ത്യയെ വെട്ടിമുറിച്ചിട്ട് ഇവിടുന്ന് പോയത് അല്ലെ. ഇത്രയും കാലഘട്ടത്തിനിടയിൽ വന്ന കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് സെറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇവരുടെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ഇതിന് ശേഷം എന്താണുള്ളത്? നടന്ന സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 1905 വെറുതെ ഒന്ന് ജനറൽ ടോപ്പിക് പോലെ പറയാണ്. 1905 എന്ത് നടന്നിട്ടുണ്ട്? ബംഗാൾ പാർട്ടീഷൻ നടന്നിട്ടുണ്ട്. റിവോൾട്ടിന് ശേഷം നടന്ന ഓരോ പ്രശ്നങ്ങളാണ്. ബംഗാൾ പാർട്ടീഷൻ, പിന്നെ ഖിലാഫത്ത് മൂവ്മെന്റ് വന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഞങ്ങൾ നിങ്ങളോട് ഒരു കോർപ്പറേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻസ് സമരം ചെയ്തു. പിന്നെന്ത് വന്നു? പിന്നെന്താ വന്നത്? നോൺ ഒബീഡിയൻസ് വന്നു അല്ലെ, അനുസരിക്കില്ല. പിന്നെന്ത് വന്നു? ക്വിറ്റ് ഇന്ത്യ വന്നു അല്ലെ. ഇപ്പൊ ഇന്ത്യ വിട്ടു പോകണം എന്ന് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഇൻഡിപെൻഡൻസിലേക്ക് കിട്ടുന്നത്. ഇത്ര നമുക്കൊരു ഫസ്റ്റ് ഒരു വേർഡ്സ് വ്യൂവിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും അല്ലെ. വേർഡ്സ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? വേർഡ്സ് വ്യൂ അറിയില്ലേ? എന്താ വേർഡ്സ് വ്യൂ? ഒരു ഓവർവ്യൂ അല്ലെ. ഒരു ഓവർവ്യൂവിൽ കാണാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് കിട്ടിയ കാര്യം വരെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഈ കാലഘട്ടത്തിനിടയിൽ INC നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. INC വരുന്നതിന് മുന്നേ നമ്മൾ INC അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? INC എപ്പോഴാണ് INC ഫോം ചെയ്തത്? അപ്പൊ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയിലെ ഫസ്റ്റത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് INC. 1885 അല്ലെ. ആ ഡേറ്റ് ഒന്ന് ഓർമ്മിക്കണേ, ഡിസംബർ 28 1885. ആദ്യത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ളതിൽ സെക്രട്ടറി ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ പ്രസിഡന്റുമാർ, INCയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോ ആരാ ഫസ്റ്റത്തെ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി? ആരാ പ്രസിഡന്റ്? ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജി അല്ലെ. WC ബാനർജി ആണ്. ഫോം ചെയ്തത് ആരുടെ അണ്ടറില? AO ഹ്യൂം ആണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. AO ഹ്യൂം ഫോർമർ സിവിൽ സർവന്റ് ആയിരുന്നു AO ഹ്യൂം. അപ്പോ സെക്രട്ടറി എന്ന് പറയുന്നത് AO ഹ്യൂം അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ മുഴുവനും പറയുന്നില്ല, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് INC സെഷൻസ് ഉണ്ട്. INC സെഷൻ പണ്ടത്തെ INC സെഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നമ്മുടെ ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് അത്രയും ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു അല്ലെ പണ്ടത്തെ. ഇപ്പോഴത്തെ INC അങ്ങനെയല്ല, പ്യുവർ പൊളിറ്റിക്കൽ മോട്ടീവ് ആണ്. പക്ഷെ അന്നത്തേതിന് എന്തൊരു ഇതും കൂടി ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസുമായിട്ടൊരു കണക്ഷൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ INC സെഷനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ
അതിന്റെ INC പ്രസിഡന്റുമാർക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1885 തൊട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരെയും നമ്മൾ പഠിക്കാൻ പറ്റില്ല. ഒരുപാടുണ്ടാവും അല്ലെ. പക്ഷെ ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെഷൻ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരെ പഠിച്ചു വെക്കണം. അപ്പൊ ഫസ്റ്റത്തേത് എവിടെയാണ് നടന്നതെന്ന് അറിയാലോ, ബോംബെയിൽ അല്ലെ. ബോംബെയിലാണ്. സെക്കൻഡത്തേത് എവിടെയായിരുന്നു? കൽക്കട്ട. സെക്കൻഡത്തേത് കൽക്കട്ട 86-ലായിരുന്നു. ആരാണ് പ്രസിഡന്റ്? ദാദാഭായ് നവറോജി അല്ലെ. ദാദാഭായ് നവറോജി കൽക്കട്ടയിലാണ് നടന്നത്. ഇത് ഞാൻ വളരെ കുറച്ച് എണ്ണം മാത്രമേ, ഞാൻ മാക്സിമം ഒഴിവാക്കിയിട്ടേ പറയൂ. അപ്പോ നിങ്ങൾ ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബാക്കി ലിസ്റ്റ് നിങ്ങൾ പഠിച്ച് തീരുവാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് മൊത്തം പഠിച്ചിരിക്കണം. ഓക്കെ. ദാദാഭായ് നവറോജി ഒരു പാർസിക്കാരനാണ്. അപ്പോ ഫസ്റ്റ് പാർസി പ്രസിഡന്റ് ആണ്. ജാതിയും മതമൊന്നും പറയരുത് എന്നാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഫസ്റ്റ് പാർസി പ്രസിഡന്റ് ആണ്. ഇനി 87-ല് നടന്നത് ബദ്രുദ്ദീൻ ത്യാബ്ജി മദ്രാസ് സെഷൻ ആയിരുന്നു. മദ്രാസ് സെഷൻ ആയിരുന്നു. പ്രത്യേകത ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ്. 88-ൽ ജോർജ് യൂൾ വന്നു. അലഹാബാദ് സെഷൻ. ഈ അലഹാബാദ് എവിടെയാ മേഘ? അലഹാബാദ് എവിടെയാ? മേഘ ഇല്ലേ? അറിയില്ലേ? അവിടെ കേൾക്കാൻ പറ്റുന്നില്ലേ? അജയ് എവിടെയാ? അലഹാബാദ് എവിടെയാ? UP-ലാണ്. അലഹാബാദിലാണ് നെഹ്റു ജനിച്ചത് കേട്ടോ. അജയ് കേൾക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ റിപ്ലൈ കുറെ ടൈം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഓക്കെ. അപ്പൊ അലഹാബാദ് UP-ലാണ്. അഹമ്മദാബാദ് എവിടെയാ? അഹമ്മദാബാദ് എവിടെയാ? ഗുജറാത്ത്. അപ്പൊ അലഹാബാദും അഹമ്മദാബാദും. ഓക്കെ. അപ്പൊ അഹമ്മദാബാദിലാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് അല്ലെ. ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ്. EIGN ആണ് ഫോറിന്റെ സ്പെല്ലിങ്. ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ആണ് ജോർജ് യൂൾ. ഇനി അടുത്തത് 1901-ലാണ്. ഞാൻ ഇടയ്ക്കുള്ള ഒരു കുറച്ച് 1-2 ഒഴിവാക്കിയിട്ടുണ്ട്. 1901-ലാണ് ദിൻഷോ ഇ വാച്ച
ദിൻഷോ ഈ വാച്ച. കൽക്കട്ട സെഷൻ ആയിരുന്നു. കൽക്കട്ട. ഇതിന്റെ പ്രത്യേകത ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സെഷനാണ് കേട്ടോ. The first session in which Gandhi participated. Okay. അപ്പൊ ആരായിരുന്നു? ദിൻഷോയി വാച്ച കൽക്കട്ട സെഷനിൽ. ഇനി ഞാൻ പറഞ്ഞു 3 സെഷനായിട്ടല്ല നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാക്കിയത്. എന്തൊക്കെയാ? 85 മുതൽ 907 വരെ. എന്താണ്? 905 വരെ മോഡറേറ്റിസം. 905 അല്ല കേട്ടോ, 907 ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 905 പറഞ്ഞത്, 907 ഒന്ന് കറക്റ്റ് ചെയ്യണേ. 907 രാഷ് ബിഹാരി ഘോഷ് സൂറത്ത് സെഷൻ ആയിരുന്നു. ഇതിന്റെ പ്രത്യേകത INC സ്പ്ലിറ്റ് ഇൻറ്റു INC സ്പ്ലിറ്റ് ഇൻറ്റു moderates and extremists. ഓക്കെ. അപ്പൊ ഇതിനെന്താ പറയാന്നറിയോ? സൂറത്ത് സ്പ്ലിറ്റ് എന്നാട്ടോ പറയാ. സൂറത്ത് സ്പ്ലിറ്റ്. നമ്മൾ ഇതിലേക്ക് അടുത്ത ക്ലാസ്സിൽ വരും. ആ പേരൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. INCയിലുള്ള 2 ചിന്താധാരകളായിട്ട് മാറിയ ആ സ്പ്ലിറ്റിനാണ് സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറയാം. സൂറത്തിലുള്ള സെഷനിൽ വെച്ചിട്ടായിരുന്നു. ഇനി മെഗാ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? മെഗാ 1907 രാഷ് ബിഹാരി ഘോഷായിരുന്നു പ്രസിഡന്റ്. സൂറത്തിലായിരുന്നു മീറ്റിംഗ്. അപ്പൊ അതിന്റെ പ്രത്യേകത INC സ്പ്ലിറ്റ് ഇൻറ്റു മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് കേട്ടോ. ഇതിൻ്റെത് സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് ഇതിന് പറയാ. INCയിലുള്ള 2 ചിന്താധാരകളായി മാറിയ സ്പ്ലിറ്റ്, സൂറത്ത് സ്പ്ലിറ്റ്. ഓക്കെ. ഇനി 1908 രാഷ് ബിഹാരി ഘോഷ് തന്നെയാണ്. 1908 രാഷ് ബിഹാരി ഘോഷ് തന്നെയാണ്. നിങ്ങൾ മുഴുവനായിട്ട് എഴുതണേ. രാഷ് ബിഹാരി ഘോഷ് തന്നെയാണ്. ഈ സെഷന്റെ പ്രത്യേകത ഇത് മദ്രാസിലായിരുന്നു സെഷൻ. ആ സെഷൻ ഇമ്പോർട്ടന്റ് അല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ 1908 തുടർച്ചയായി പ്രസിഡന്റ് ആകുന്ന ആളായി ഈ രാഷ് ബിഹാരി ഘോഷ് മാറി. 2ാമത്തെ തവണയും തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ആൾ. ഓക്കെ. ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം INC പ്രസിഡന്റ് ട്വൈസ്. അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് സെഷൻ. കോൺസിക്യൂട്ടീവ് സെഷനിലാണ് ഫസ്റ്റ് person to become the INC president in consecutive years. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്, നിങ്ങളൊന്ന് മാർക്ക് ചെയ്തോളൂ. ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് 2 തവണ ആദ്യമായ ആള്. 2 തവണ പ്രസിഡന്റായ ആദ്യത്തെ ആൾ ആരാണ്? ദാദാഭായ് നവറോജിയാണ്.
ദാദാഭായ് നവറോജിയാണ്. 2 തവണ. ഇതൊക്കെ ചോദിക്കോട്ടോ. ഇത് ഒരു വെബ് പോലെയാണ്. എന്താ ഇത് ഓരോ ഓരോ പോയിന്റ് എടുത്തിട്ട് ഇതാരാണ്, ഇങ്ങനെയുള്ളതാരാണ്, അങ്ങനെയുള്ളതാരാണ് ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ ഓക്കെ, കിട്ടിയല്ലോ. 1908. 1908. ഇനി 1917 അല്ല, ദാദാഭായ് നവറോജി കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ദാദാഭായ് നവറോജി ആദ്യമായിട്ട് 2 തവണ പ്രസിഡന്റ് ആവുന്ന പേഴ്സണായി മാറി. 2 തവണ, 1886 1893. 85 കഴിഞ്ഞ് 86 ദാദാഭായ് നവറോജി ആയി. പിന്നെ 93 കൂടെ ആയി. 86, 93. മനസ്സിലായല്ലോ. 2 തവണ ആകുന്നത് ദാദാഭായ് നവറോജിയാണ്. കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ 2 തവണ ആകുന്നത് ആരാണ്? RBG അല്ലെ, RBG, രാജ് ബിഹാരി ഘോഷ്. ഇനി എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞത്? സൂറത്ത് സ്പ്ലിറ്റ് നടന്നു അല്ലെ. 1916 ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ്. ലക്നൗ സെഷൻ AC മജുംദാർ ആണ് പ്രസിഡന്റ്. AC മജുംദാർ. AC മജുംദാർ. ഇതിലാണ് വീണ്ടും INC യുണൈറ്റഡ് ആവുന്നത്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും യുണൈറ്റ് ചെയ്യുന്നത് 1916 ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ്. യൂണിയൻ ഓഫ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. ഓക്കെ, 1916. കഴിഞ്ഞില്ല. 1917 ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് വരുന്നത്. ആനി ബസന്റ്. ആരാന്ന് അറിയാലോ. അടുത്ത് അതിലേക്കാണ് പോകുന്നത്. ആനി ബസന്റ് ആണ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് ഫീമെയിൽ ആണ്. ആൻഡ് ഒന്നുകൂടെ എഴുതിക്കോളൂ, ഫസ്റ്റ് ഫോറിൻ ഫീമെയിൽ ആണ്. ഇവരൊരു വെള്ളക്കാരിയായിരുന്നു അല്ലെ, വൈറ്റ് ആയിരുന്നു അല്ലെ. അതെന്തുകൊണ്ടാ? ഫസ്റ്റ് ഇന്ത്യൻ വേറെ വരാനുണ്ട് അത്ര. 1924 സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. മഹാത്മാഗാന്ധിയാണ് പ്രസിഡന്റ് ആയത്. മഹാത്മാഗാന്ധി എവിടെ വെച്ചായിരുന്നു? ബൽഗാം കേട്ടോ, ബൽഗാം. കൂടുതലൊന്നും വേണ്ടല്ലോ. മഹാത്മാഗാന്ധിയുടെ വേറെ ഒന്നുണ്ടല്ലോ. എപ്പോഴായിരുന്നു? 1901 അല്ലെ മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ INC മീറ്റിംഗ്. 1901. ആരായിരുന്നു? ദിൻഷോ ഇ വാച്ച അല്ലെ, കൽക്കട്ട സെഷൻ. ദിൻഷോ ഇ വാച്ച, കൽക്കട്ട സെഷൻ. 16, 17 24 മഹാത്മാഗാന്ധി ആയി. ഇനി 25 ഇമ്പോർട്ടന്റ് ആണ്. 1925 ആരാണായത്? സരോജിനി നായിഡു ആണ്. എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത?
1925. ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ അല്ലെ, ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ, ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ. ഓക്കെ, പറഞ്ഞല്ലോ. ഇനി 1929 നെഹ്റു ആണ്, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. 29 നെഹ്റു ആണ്, ലാഹോറിൽ വെച്ചിട്ടായിരുന്നു സെഷൻ. ലാഹോർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തത് എവിടെയാണ്? ഈ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ്. നെഹ്റു ആദ്യമായിട്ട് പ്രസിഡന്റ് ആവുന്നതും ഇതിലാണ്. എന്താ ഈ പൂർണ്ണ സ്വരാജ്? പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ പരമമായിട്ടുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു അല്ലെ. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ പാസ് ചെയ്തു. ഇനി ഒരു ഡേറ്റ് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 31 ഈ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തതിനു ശേഷം 31 ഡിസംബർ 1929 ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു നെഹ്റു. നെഹ്റു എന്ത് ചെയ്തു? ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു. നെഹ്റു ഹോയിസ്റ്റഡ് ഇന്ത്യൻ ഫ്ലാഗ്. ഈ ഡേറ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. 31 ഡിസംബർ 1929. എവിടെയാണെന്ന് വെച്ചാൽ രവി നദിയുടെ തീരത്താണ്. ലാഹോർ അപ്പം രവി നദിയുടെ തീരത്താണെന്ന് മനസ്സിലാക്കാലോ. ബാങ്ക് ഓഫ് രവി റിവർ. അപ്പൊ ലാഹോർ ഏത് നദിയുടെ തീരത്താണ്? ലാഹോർ രവിയുടെ തീരത്ത് അല്ലെ. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. INC decided to start സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ കേട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ ഞങ്ങൾ തട്ടിക്കും അല്ലെ. ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്താ ഓർമ്മ വരുന്നത്? ടൈറ്റിൽ സിവിൽ ഡിസൊബീഡിയൻസ് ടൈറ്റിൽ തിരിച്ചു കൊടുത്തു. ഓക്കെ, വേറെ എന്തിനായിരുന്നു ദണ്ഡി മാർച്ച്? ദണ്ഡി മാർച്ച് എന്തിനായിരുന്നു? ദണ്ഡി യാത്ര എന്തിനായിരുന്നു? ദണ്ഡി മാർച്ച് ഇറ്റ്സ് എ ഫോം ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് അല്ലേ? അതായത് ബ്രിട്ടീഷുകാർ ഉപ്പിന് ടാക്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് വളരെ ഈസിലി അവൈലബിൾ ആയ ഉപ്പിന് ഇത്രയും വലിയ ടാക്സ് ഒക്കെ വെച്ചതിനെതിരെ അത് ഡിസൊബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തന്നെ പോയി ഉപ്പ് കുറിക്കിയത് അല്ലെ. കടവെള്ളം കുറുക്കി ഉപ്പാക്കി മാറ്റിയെടുത്തു അല്ലെ. യെസ് അല്ലേ? ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 29 ശേഷം 31 സെഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. കറാച്ചിയിലായിരുന്നു സെഷൻ. ഈ കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തത്. റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പോളിസീസ്. ഈ എക്കണോമിക് പോളിസീസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ഇന്നെന്താ ഡേറ്റ്? റിപ്പബ്ലിക് ഡേ അല്ലേ? റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം. അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് പ്രൊട്ടക്ട് ചെയ്യണല്ലേ. ഭരണഘടനയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതിന്റെ പ്രൊട്ടക്ഷനും അല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു റെസൊല്യൂഷൻ ആദ്യമായിട്ട് വന്നത് 1931 കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു പ്രസിഡന്റ്. ചോദിക്കാറുണ്ട് സ്ഥിരം. 1929 1931 രണ്ടും SSC എക്സാമിനേഴ്സിന്റെ ഫേവറേറ്റ് ആണ്. ഇനി 1937 നെഹ്റു വീണ്ടും പ്രസിഡന്റ് ആവുന്നു. ഫൈസാപൂർ സെഷനാണ്. ഇത് മഹാരാഷ്ട്രയിലാണ്. ഇതിൽ വെച്ചിട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എന്തിനു വേണ്ടിയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? നമുക്കൊരു ഭരണഘടന, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നും അതിന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസംബ്ലി വേണമെന്നും പറഞ്ഞല്ലേ. ഇത് നെഹ്റുവിന്റെ കാലത്താണ്. 38 വേറെ മറ്റൊരു പ്രമുഖ വ്യക്തിയുടെ ഇതുകൊണ്ടുള്ളതാണ്. 1938 സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നു. സുഭാഷ് ചന്ദ്രബോസ് 39 സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ഫസ്റ്റ് ആയത് ഹരിപ്പുര ഗുജറാത്തിലാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഹരിപ്പുര ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹരിപ്പുര ഗുജറാത്തിലാണ് ഫസ്റ്റ് ടൈമായി. രണ്ടാമത്തെ തവണയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത്തവണ പ്രസിഡന്റ് ആയത് എലക്ഷൻ വഴിയാണ് പ്രസിഡന്റ് ആയത്. INCയിൽ ആദ്യമായിട്ട് നടന്ന എലക്ഷൻ ആണ്. പ്രസിഡന്റ് ആവാൻ വേണ്ടി എലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എലക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസിനെയാണ് എലക്ട് ചെയ്തത്. അപ്പൊ ആദ്യത്തെ എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് INC ആരാണ്? ഇത്രയും കാലം ആൾക്കാരുടെ പേര് അങ്ങനെ തീരുമാനിക്കലായിരുന്നു. പക്ഷെ ഇത്തവണ എലക്ട് ചെയ്തു. ഫസ്റ്റ് എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് INC ആരാ? ഒന്നോട് മാർക്ക് ചെയ്യണേ. ഫസ്റ്റ് എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് INC സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ഇപ്പൊ 38 39 നോക്കിയല്ലോ. 39 നടന്നത് ത്രിപുരയിലാണ്. ത്രിപുരി സെഷനിൽ വെച്ചിട്ടാണ് എലക്ഷൻ നടന്നത്. ത്രിപുരിയാണ് സെഷൻ. ഹരിപ്പുരയിൽ വെച്ചിട്ട് ആദ്യം സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നു. 39 എലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ടും വരുന്നു. ഇനി 42 1942 1942 എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയം അല്ലെ. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ 42 മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ബോംബെയിലായിരുന്നു സെഷൻ. എന്താണ് പ്രത്യേകത? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ് ചെയ്തു. 42. ഓക്കെ, 42 മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാ? അബ്ദുൽ കലാം ആസാദ് ആരാ? എനിവൺ?
ഓക്കെ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരാ? ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലെ. നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഖാൻ അബ്ദുൽ ഗാഫർ ആരാ? അബ്ദുൽ ഗാഫർ ഖാൻ ആരാ? ഫ്രണ്ടിയർ ഗാന്ധി അല്ലെ. ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആള്. ഇപ്പൊ ബോംബെ സെഷനിലായിരുന്നു എന്ത് നടന്നത്? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ് ചെയ്തത്. ഈ ത്രിപുരി സെഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ 1939 ത്രിപുരി സെഷൻ. കാരണം ഒരു എലക്ഷൻ നടന്നിട്ട് ഒരു പ്രസിഡന്റ് ആക്കിയതാണ്, ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ത്രിപുരി സെഷൻ. ഓക്കെ. ഇനി 46 JB കൃപലാനി ആയി. JB കൃപലാനി മീററ്റ് സെഷനിലായിരുന്നു. 46, 47 എന്താണ്? ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് അല്ലെ. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് 46, 47. ഓക്കെ. ആക്ച്വലി 47 ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ. 47 സെഷൻ ഉണ്ടായിരുന്നില്ല. 48 പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ ജയ്പൂർ സെഷനിലാണ്. ജയ്പൂർ, ഇത് മീററ്റ് ആണ്. മീററ്റ് സെഷനിലാണ്. ഇത് ജയ്പൂർ സെഷനാണ്. എന്തായിരിക്കും? ഒന്ന് ഇദ്ദേഹം ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആണ് അല്ലെ. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ സെഷൻ കൂടിയാണ് 48 ഉള്ളത്. 47 നടന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി 1955 UN കട്ടായില്ലല്ലോ. കട്ടായോ? ഇല്ല. ഓക്കെ. UN ദേബർ ആണ്. UN ദേബർ ആവടി സെഷൻ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. INC adopts socialistic pattern. അപ്പോ സോഷ്യലിസ്റ്റിക് പാറ്റേൺ വേണമെന്ന് പറഞ്ഞത് ഈ സെഷനിലാണ്. 55 UN ദേബറുടെ ആവടി സെഷനിൽ വെച്ചിട്ട്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇനി 59 ഇന്ദിരാഗാന്ധി. 59 ഇന്ദിരാഗാന്ധി. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഫസ്റ്റ് ഫീമെയിൽ അല്ലെ. പിന്നെ നോക്കിയേ 85 ആരാ? പിന്നെയാണ് കുടുംബ ഭരണം തുടങ്ങിയത്. 85 രാജീവ് ഗാന്ധി വരുന്നു. 98 സോണിയാഗാന്ധി വരുന്നു. 2017 രാജീവ് ഗാന്ധി വരുന്നു. ഒന്നും പഠിക്കാനില്ല. ഓക്കെ, എളുപ്പല്ലേ? 59 ഇന്ദിരാഗാന്ധി ഡൽഹിയിലാണ്. രാജീവ് ഗാന്ധി മുംബൈയിലാണ്. ഇത് രണ്ടും ഡൽഹി.
ഇതിൽ രാജീവ് ഗാന്ധി ആയത് മുംബൈയിൽ വെച്ചിട്ടാണ്. 59, 85, 98, 2017. രാജീവ് അല്ല, രാഹുൽ. ഓക്കെ, അപ്പോ ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ. നമ്മുടെ സെഷൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ വന്നില്ലേ? നിങ്ങളിനി ഓരോന്നോരോന്നായി നിങ്ങൾ പഠിച്ചെടുക്കും കേട്ടോ. ഇപ്പം 29 ലാഹോർ സെഷനിൽ നെഹ്റു ആണെന്ന് നിങ്ങളത് കുറച്ച് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ നോക്കിയിട്ട് മനസ്സിലാവും. 31 സർദാർ വല്ലഭായ് പട്ടേൽ കറാച്ചി സെഷൻ ആയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയുള്ള റെസൊല്യൂഷൻ വന്നത്. പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ആരായിരുന്നു? ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയത് ഗാന്ധിജി പങ്കെടുത്തത്, ഗാന്ധിജി ആയത്, അതൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇമ്പോർട്ടൻസ് ആയത് മാത്രമേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഇതിലും കൂടുതൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ട്. ഞാനത് ഒന്നുകൂടി ഒന്ന് ഞെക്കിപ്പ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ഒറ്റൊരു സെഷനും കൂടി എഴുതി വെച്ചോളൂ. ഇത് ഞങ്ങൾ വിട്ടുപോയതാണ്. വേണമെങ്കിൽ ഇതിന്റെ പുറത്ത് എഴുതി വെച്ചില്ല, അവിടെ കുത്തിക്കയറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ടൈം ലൈൻ വഴിയാണ് എഴുതിയതെങ്കിൽ നോക്കിക്കോളൂ. 1911 കാര്യമാണ്. 1911 കൽക്കട്ട സെഷൻ, BN ധർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. BN ധർ ആയിരുന്നു, കൽക്കട്ട സെഷൻ ആയിരുന്നു. ജനഗണമന വാസ് ഫസ്റ്റ് സൺ. ജനഗണമന വാസ് ഫസ്റ്റ് സൺ ഇൻ ദിസ് സെഷൻ. ഇൻ ദിസ് സെഷൻ. ഓക്കെ, ഇതുകൂടി ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 95% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? എടാ, ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കാം, വെള്ളം കുടിക്കട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓക്കെല്ലോ? ഓക്കെ, ഇത്രയും എടുത്തതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇത്രയും എടുത്തതിൽ ഡാറ്റ മിസ്സിംഗ് ആയതോ ഏതെങ്കിലും ഡാറ്റ മിസ്സായി നിങ്ങൾക്ക് തോന്നുന്നതോ ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ?
ഇനി ഏകദേശം 2 ക്ലാസ്സേ വേണ്ടു കേട്ടോ. മോഡേൺ ഇത് തീർക്കാൻ 2 ക്ലാസ് മാത്രമേ വേണ്ടൂ. 2 ക്ലാസ്. ഒന്ന് നമ്മുടെ എന്തൊക്കെ നടന്നു എന്ന് പറയാം, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് പറയാം. ഒരു ക്ലാസ്. ദിൻഷോ ഇ വാച്ച. 1901 ഗാന്ധിജി ആദ്യമായിട്ട് വന്നത്. ദിൻഷോ ഇ വാച്ച. ദിൻഷോ ഇ വാച്ച. 2 ക്ലാസ് ഇനി വേണ്ടു കേട്ടോ. ഈ സംഭവങ്ങൾ പറയാണ്. പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ വൈസ് ചെയ്ത കാര്യങ്ങൾ കൂടി പറയാം. പക്ഷെ മിക്കവാറും ഞാനത് നിങ്ങളോട് വായിക്കാൻ പറയാണ് ചെയ്യാം. ആ 1917 ആനി ബസന്റ്. ആനി ബസന്റ് കൽക്കട്ട. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? മേഘ, ജോസ്, നകുൽ? ഇല്ലല്ലോ. അപ്പോ അടുത്തതേക്ക് പോവാം. 1887. 1887 എന്ന് പറഞ്ഞേ. 5 ആരാണ്? പറഞ്ഞേ നീനു. 5 ആരാ? WC ബാനർജി അല്ലേ ഫസ്റ്റ്? WC ബാനർജി. 6 ആര് വന്നു? ഫസ്റ്റ് പാസി പ്രസിഡന്റ് ആയിട്ടുള്ള ദാദാഭായ് നവറോജി വന്നു അല്ലെ? ദാദാഭായ് നവറോജി വന്നു. 87 ആര് വന്നു? ബദ്രുദ്ദീൻ ത്യാബ്ജി വന്നു. ബാനർജി, നവറോജി, ത്യാബ്ജി. ബാനർജി, നവറോജി, ത്യാബ്ജി. ഇതാണ് ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് അല്ലെ? അപ്പൊ നിങ്ങളിത് ഒറ്റയടിക്ക് നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യാനോ ഇത് ഇത്രയും വലിയ ലിസ്റ്റ് എങ്ങനെ പഠിക്കുന്നൊന്നും അതൊന്നും അല്ല നിങ്ങളിപ്പോ ആലോചിക്കേണ്ടത്. നിങ്ങൾ എന്താ ആലോചിക്കണ്ടേ? നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഇനിയിപ്പോ ഓരോ എക്സാമിനും കാണാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോ ചെയ്യുന്നത് എന്താ? വെറുതെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നു. അടുത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ സെക്ടറിന് എങ്ങനെയാണ് മാറ്റം വന്നത്? ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ എങ്ങനെയാണ് മാറിയത്? ഗ്രോത്ത് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. ഗ്രോത്ത് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ആക്ച്വലി 4 ഫേസിലായിട്ടാണ് മാറിയത്. ഓക്കെ, 4 ഫേസിലായിട്ടാണ് മാറിയത്. അപ്പോൾ ഈ ഓരോ ഫേസും, ആ ഫേസ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ആ ഫേസ് വഴി ആ ഫേസിലൂടെ തന്നെ പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1758 മുതൽ 1812 വരെയാണ്. ഈ ഫേസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല. ഇതൊക്കെ സിവിൽ സർവീസുകാരുടെ ടോപ്പിക്കില് അവർക്ക് എസ് എഴുതുമ്പോൾ വേണ്ട കാര്യമാണ്. നമ്മളോട് ഇതായിട്ട് ചോദിക്കില്ല. പക്ഷെ ഈ ഒരു മെത്തേഡിൽ പഠിച്ചാൽ നമുക്ക് ഓർമ്മിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ വന്ന 3 കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. കൽക്കട്ട മദ്രസ സ്റ്റാർട്ട് ചെയ്തു. ബനാറസ് സാൻസ്ക്രിത് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അവരുടെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന കേട്ടോ. പിന്നെ എന്തോന്നു? ഫോർട്ട് വില്യം കോളേജും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഈ ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് പറഞ്ഞു. ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെല്ലസ്ലി അല്ലെ? വെല്ലസ്ലി. ഇത് 1800 സ്റ്റാർട്ട് ചെയ്തത്. എന്താ വെല്ലസ്ലിയെ പറയാറ്?
വെല്ലസ്ലിക്ക് ഒരു നിക് നെയിം ഇല്ലേ? എന്താ അത്? വെല്ലസ്ലിയുടെ ബംഗാൾ ടൈഗർ അല്ലെ, ബംഗാൾ ടൈഗർ. ഈ ബനാറസ് സംസ്കൃത് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്തത് ജൊനാഥൻ ഡങ്കൻ ആണ്. അതെ മേഘ, ജൊനാഥൻ ഡങ്കൻ 1791 കൽക്കട്ട മദ്രസ സ്റ്റാർട്ട് ചെയ്തത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് 1781 അപ്പോൾ 81, 91, 100. ഓക്കെ, 81, 91, 100. കൽക്കട്ട മദ്രസ, ബനാറസ് സംസ്കൃത് കോളേജ്, ഫോർട്ട് വില്യം കോളേജ്. ഫസ്റ്റ് ബേസിൽ വന്ന എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയത്. ഇനി സെക്കൻഡ് ഫേസിൽ 1812 വരെ അല്ല പറഞ്ഞത്, 1758 മുതൽ 12 വരെ. ഇപ്പൊ 1813 മുതൽ 53 വരെയാണ് സെക്കൻഡ് ഫേസ്. ഈ സമയത്താണ് ഒരു ചാർട്ടർ ആക്ട് ഒക്കെ വന്നത്. ചാർട്ടർ ആക്ട് വേറെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്, വേറെ ഒരുപാട് കാര്യങ്ങളാണ്. അത് എഡ്യൂക്കേഷൻ സെക്ടർ ഉണ്ടാക്കിയൊരു മാറ്റം. ഈ ചാർട്ടർ ആക്ടിലൂടെയാണ് എഡ്യൂക്കേഷൻ ഇത്രയും ഹൈ പ്രൊമോഷൻ കിട്ടിയത്. ചാർട്ടർ ആക്ട് വഴിയാണ്. ചാർട്ടർ ആക്ട്. അപ്പോ ഈ ആക്ടിന് ശേഷമാണ് 1817 കൽക്കട്ട കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. കൽക്കട്ട കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ ഈ ചാർട്ടർ ആക്ടിന് ശേഷം ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓറിയന്റലിസ്റ്റിക് ആംഗ്ലിസ്റ്റിക് കോൺട്രവേഴ്സി എന്നാണ് പറയാം. ഓറിയന്റലിസ്റ്റിക് ആംഗ്ലിസ്റ്റിക് കോൺട്രവേഴ്സി എന്നാണ് അതിന് പറയാം. പേര് കണ്ട് പേടിക്കണ്ട. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒന്ന്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, നളന്ദ, തക്ഷശില പോലെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വെസ്റ്റേൺ ആണോ? ഇതാണ് കോൺട്രവേഴ്സിക്ക് കാരണമായത്. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ, ഇതിൽ ഏതെടുക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വന്നു. പിന്നൊന്ന്, മീഡിയം, ഈ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന മീഡിയം ഏതാണെന്ന് ഉള്ള കാര്യത്തിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. മീഡിയം ഒബ്വിയസ്ലി ബ്രിട്ടീഷുകാരാകുമ്പോൾ അവർ ഇംഗ്ലീഷ് വേണമെന്ന് പറയും, പക്ഷെ ഹിന്ദി സംസാരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്സ് അല്ലേ മുകളിലുള്ളത്. അപ്പൊ അവർക്ക് എന്ത് വേണ്ടി വരും? ഹിന്ദി വേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യത്തിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം വന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടാണ് എന്ത് വന്നത്? മക്കാളയുടെ എഡ്യൂക്കേഷണൽ പോളിസി വന്നത്. മക്കാളെ കേട്ടിട്ടുണ്ടാവും, മക്കാളേസ് എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1835. മക്കാളേസ് എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1835. ഈ എഡ്യൂക്കേഷണൽ പോളിസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതാണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഇത്രയും സ്പ്രെഡ് ആവാനും ഇത്ര വേഗത്തിൽ സ്പ്രെഡ് ആവാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിനെ എന്ത് വിളിക്കുന്നുണ്ട്? ഇല്ല. അപ്പൊ മക്കാളയുടെ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1835. ഇനി ഇത് അപ്രൂവ് ചെയ്ത ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു? വില്യം ബെന്റിക് ആയിരുന്നു. വില്യം ബെന്റിക്.
അപ്പൊ മെക്കാലയുടെ എഡ്യൂക്കേഷണൽ പോളിസിയുടെ സിഗ്നിഫിക്കൻസ് മനസ്സിലായല്ലോ, മെക്കാലയുടെ. ഇനി തേർഡ് ഫേസ് 54 മുതൽ 1900 വരെയാണ്. 54 മുതൽ 1900 വരെയാണ്. 54 ചാൾസ് ഡിസ്പാച്ച് ഓൺ എഡ്യൂക്കേഷണൽ പോളിസി വരുന്നത്. ചാൾസ് ഡിസ്പാച്ച് ഓൺ എഡ്യൂക്കേഷണൽ പോളിസി. അതായത് എഡ്യൂക്കേഷണൽ ഇന്ത്യയിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ഒരു രൂപരേഖ. അതാണ് ഈ ചാൾസ് മുന്നോട്ട് വെച്ചത്. 1854 ഇതിനെയാണ് മാഗ്ന കാർട്ട ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താ ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ? എന്താ മാഗ്ന കാർട്ട? മാഗ്ന കാർട്ട എന്താടോ? മാഗ്ന കാർട്ട പോയോ? നിർമ്മൽ അറിയില്ല. ഓക്കെ, മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചൊരു ഇതാണ്. എന്താണ്? അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ ഒരു രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ച സ്ഥലം. ആ സ്ഥലപ്പേരാണ് മാഗ്ന കാർട്ട. സ്ഥലം ഫ്രാൻസിലാണെന്ന് തോന്നുന്നു, ഫ്രാൻസ്. അപ്പോ ഈ മാഗ്ന കാർട്ട ഓഫ് സംതിങ് എന്ന് പറയുന്നത്, അതിന്റെ സ്റ്റാർട്ടിങ്ങിന് അതിന്റെ ബേസ് തറക്കല്ലിടുക എന്ന് പറയുന്നില്ലേ, അതിനാണ് ഈ മാഗ്ന കാർട്ട എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ മാഗ്ന കാർട്ട ഓഫ് സംതിങ് എന്താ? അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ളത്, അതിന് തറക്കല്ലിട്ടത്. മനസ്സിലായല്ലോ? ഇനി ഈ ചാൾസ് ഡിസ്പാച്ച് ആണ് എഡ്യൂക്കേഷണൽ പോളിസി വന്നതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റീസ് വന്നത്. 3 യൂണിവേഴ്സിറ്റീസ്, കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഈ 3 യൂണിവേഴ്സിറ്റീസും വന്നത് ചാൾസ് ഡിസ്പാച്ച് വന്നതിന് ശേഷമാണ്. ഇനി 1882 ഈ ടൈം ലൈൻ ഒന്ന് ഓർമ്മിക്കണേ. 900 വരെയാണ്. 1900 വരെ. 82 ലോർഡ് റിപ്പൺ എന്ന് പറഞ്ഞ വൈസ്രോയി ഹണ്ടർ കമ്മീഷൻ രൂപീകരിക്കുന്നത്, ഹണ്ടർ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഹണ്ടർ കമ്മീഷൻ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുവഴി 2 യൂണിവേഴ്സിറ്റി കൂടെ ഫോം ചെയ്തു. യൂണിവേഴ്സിറ്റീസ് ഓഫ് പഞ്ചാബ് ആൻഡ് അലഹാബാദ്. ഈ 2 യൂണിവേഴ്സിറ്റീസും കൂടെ വന്നത് പഞ്ചാബ് ആൻഡ് അലഹാബാദ്. ഈ 2 യൂണിവേഴ്സിറ്റീസും കൂടി വന്നത് ഈ ഹണ്ടർ കമ്മീഷന്റെ അണ്ടറിലായിരുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ഫോർത്ത് ഫേസ് 901 മുതൽ 20 വരെയാണ്. 901 മുതൽ 20 വരെയാണ്. ലോർഡ് കേഴ്സൺ ബംഗാൾ വിഭജനമൊക്കെ നടത്തിയ വൈസ്രോയാണ്. ലോർഡ് കേഴ്സൺ ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ രൂപീകരിച്ചു, ഫോം ചെയ്തു. യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഇതിന്റെ ഹെഡ് തോമസ് റെയ്ലീഫ് ആയിരുന്നു. ഇങ്ങനെ ഇവര് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904.
ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. ഇത്രയാണ് നാല് ഫേസുകൾ. ഈ 4 ഫേസിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്. ഈ 4 ഫേസിൽ ഫസ്റ്റ് ഫേസ് എന്തൊക്കെയാ? ഫസ്റ്റ് ഫേസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെയാ? 58 മുതൽ 1912 വരെ, പിന്നെ 13 തൊട്ട് 53 വരെ. ഫസ്റ്റ് ഫേസിൽ 3 റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയതുപോലെ ഇല്ലേ? കൽക്കട്ട മദ്രസ, ബനാറസ് സംസ്കൃത് കോളേജ്, ഫോർട്ട് വില്യം കോളേജ്. ഇതിൽ ഫോർട്ട് വില്യം കോളേജ് വെല്ലസ്ലി നമ്മൾ പഠിച്ചു. പിന്നെ കൽക്കട്ട മദ്രസ ആരുടെ കാലത്തായിരുന്നു? വാരൻ ഹേസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു. ബനാറസ് സംസ്കൃത് കോളേജ് ജോനാഥൻ ഡങ്കന്റെ കാലത്തായിരുന്നു അല്ലെ. സെക്കൻഡ് ഫേസ് 1813 തൊട്ട് 53 വരെ അല്ലേ. ആ സമയത്താണ് ചാർട്ടർ ആക്ട് വരുന്നത്. അത് എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത ഒരു ആക്ട് ആയിരുന്നു. അങ്ങനെയാണ് 1817 കൽക്കട്ട കോളേജ് രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1817. പിന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. നമ്മുടെ ട്രഡീഷണൽ ആണോ വെസ്റ്റേൺ ആണോ പഠിക്കേണ്ടത്, അതിനെ പഠിപ്പിക്കുന്ന മീഡിയം എന്തായിരിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന മീഡിയം എന്തായിരിക്കണം എന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പൊ ഇതിനെ റിസോൾവ് ചെയ്യുന്നത് ഏത് പോളിസി വെച്ചിട്ടാണ്? മെക്കാളയുടെ എഡ്യൂക്കേഷൻ പോളിസി ആണ് അല്ലെ, 1835. അപ്പൊ അങ്ങനെയാണ് ഈ കോൺട്രവേഴ്സി തീരുന്നത്. അപ്പൊ ഈ മെക്കാളയുടെ ഈ പോളിസി അത് പാസ് ചെയ്തത് ആരാണ്? ആ സമയത്തുള്ള ഗവർണർ ജനറൽ ആയിരുന്നു, വില്യം ബെൻഡിക് ആയിരുന്നു. വില്യം ബെൻഡിക്. തേർഡ് ഫേസിലാണ് ചാൾസ് ഡിസ്പാച്ച് ഓൺ എഡ്യൂക്കേഷണൽ പോളിസി ഇൻ ഇന്ത്യ പാസ് ചെയ്യുന്നത്. അതിനാണ് എന്ത് വിളിക്കുന്നത്? മാഗ്ന കാർട്ട ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അല്ലെ. മാഗ്ന കാർട്ട. അങ്ങനെ ഇതുവഴിയാണ് 3 യൂണിവേഴ്സിറ്റീസ് വരുന്നത്. ഏതൊക്കെയാ? കൽക്കട്ട, ബോംബെ, മദ്രാസ്. കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഇതിൽ നിങ്ങൾ വേറെ ഒന്നും വരാൻ വേണ്ടി പാടില്ലേ. കൽക്കട്ട, ബോംബെ, മദ്രാസ്, ഇത് 3 വരാൻ വേണ്ടി പാടുള്ളൂ. ഡൽഹി ഒന്നും അക്കാലത്ത് ചിത്രത്തിലില്ല. ഡൽഹി അക്കാലത്ത് ചിത്രത്തിലില്ല. പിന്നെ 82-ൽ ലോർഡ് റിപ്പൺ ഹണ്ടർ കമ്മീഷനെ കൊണ്ടുവരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോർഡ് റിപ്പൺ ആണ് ഹണ്ടർ കമ്മീഷനെ കൊണ്ടുവരുന്നത്. ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഹണ്ടർ എന്നുള്ള ഒരാളായിരിക്കും അതിന്റെ ഹെഡ്. അപ്പോ ഈ ഹണ്ടർ കമ്മീഷൻ വഴിയാണ് 2 എക്സ്ട്രാ യൂണിവേഴ്സിറ്റി കൂടി, അതൊക്കെയാ പഞ്ചാബ്, അലഹാബാദ് യൂണിവേഴ്സിറ്റീസ് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് ഫേസിലാണ് കേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സിറ്റി കമ്മീഷൻ രൂപീകരിക്കുന്നു. തോമസ് റൈലീഫ് ആണ് ഹെഡ്. ഇങ്ങനെ ഫസ്റ്റത്തെ, അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് അവർ കൊണ്ടുവന്നു 1904. ഇത്രയാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതിന്റെ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ അല്ലേ? ഹിസ്റ്ററിയിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് ഒരുവിധം ഇത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി മാത്രമേ പഠിക്കൂ. ഇത് കോഡ് നമ്മൾ SSCയിലുള്ളവർ കോഡ് ഉപയോഗിക്കില്ല. അറ്റ്ലീസ്റ്റ് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമ്മൾ കോഡ് ഉപയോഗിക്കില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കോഡ് ഉപയോഗിക്കാൻ പാടില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എല്ലാവർക്കും അറിയുന്നത്ര കിട്ടാൻ വേണ്ടി നോക്കുക. കാരണം PSCയിലുള്ള അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല. PSCയിൽ ചിലപ്പോൾ ഈ വർഷങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വരെ കോഡ് ഉണ്ടാവും അല്ലേ. PSCയിൽ വർഷങ്ങളും ഓരോ പേരും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. GK ആണ് അതിൽ മെയിൻ. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. നെക്സ്റ്റ്, ബോറടിച്ചോ?
ഓക്കെ. അപ്പൊ ഇനി അടുത്തത് സോഷ്യോ റിലീജിയസ് റീഫോംസ് ആണ്. സോഷ്യോ റിലീജിയസ് റീഫോംസ്. സോഷ്യോ റിലീജിയസ് റീഫോംസ് അതായത് നമ്മുടെ ഒരു സൈഡിൽ INC-യുടെ നേതൃത്വത്തിൽ എന്ത് നടക്കുന്നുണ്ടായിരുന്നു? INC-ക്ക് മുന്നേയും അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള റിവോൾട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ. റിവോൾട്ടായിട്ടും ചെറിയ ചെറിയ ബോംബർ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബോംബർ, ചെറിയ ചെറിയ റിവോൾട്ട്, റിബലിയൻ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ പാരലൽ യൂണിവേഴ്സ് അവിടെ എന്താ നടക്കുന്നുണ്ടായിരുന്നെ? ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ട്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലേ ഇന്ത്യ. ഇന്ത്യയിലേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയും തുടങ്ങിയതിനെതിരെയും ഒക്കെ ആയിട്ട് ഒരുപാട് സംഘടനകളും അസോസിയേഷനൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നിങ്ങൾക്കറിയാലോ, അജയ് പോവാണോ? ഓക്കെ. എന്താ ക്ലാസ് കേട്ടിട്ടാണോ തലവേദന വന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ആരൊക്കെ ഉള്ളതിന്? നിർമ്മൽ, നകുൽ, മേഘനിൻ. ഓക്കെ. ഒന്ന് പറഞ്ഞേ, നമ്മുടെ കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ സോഷ്യോ റിലീജിയസ് റീഫോംസ് ഉണ്ടായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂലേ? അല്ലേ, കേരളത്തിലല്ലേ? ആരൊക്കെയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്? ലീഡ് ചെയ്ത ആരൊക്കെയായിരുന്നു? അയ്യങ്കാളി അല്ലെ. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഓക്കെ. ഇവരൊക്കെ എന്താ ചെയ്തത്? കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ സ്വന്തം കാസ്റ്റിലുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അവരൊന്നും പരാതിയൊന്നും പെടാതെ അങ്ങനെ ജീവിച്ചു. തനിക്ക് മുന്നേ ഉള്ളവർ അങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ജീവിക്കാന്നുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ റീഫോമിന് വേണ്ടി ശ്രമിച്ചല്ലേ. ഇത് മാത്രല്ലേ, ഒരുപാട് പേരുണ്ട്. അപ്പോ ഈ ഒരു കാര്യം ഇപ്പോ അന്നത്തെ കാലത്ത് ഇന്ത്യ മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണ്, ചില കേരളത്തിൽ ഉണ്ടായത്ര മുന്നേറ്റം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, എന്നാൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബ്രഹ്മോ സമാജ് ഇത് 1830 രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ രാജാറാം മോഹൻ റോയ് ബ്രഹ്മോ സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേറെ സംഘടനകളായിട്ട് വരികയായിരുന്നു. അപ്പൊ ആദ്യം ആത്മീയ സഭ ഉണ്ടാക്കി. ആത്മീയ സഭ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. 1914 ആത്മീയ സഭ രൂപീകരിച്ചത് ആരാണ്? എസ്റ്റാബ്ലിഷ് ചെയ്തതാരാണ്? ആത്മീയ സഭ. ഇനി ഇത് ബ്രഹ്മോ സഭ 1828. ഇങ്ങനെ രണ്ട് മുൻ ഫോം ഉണ്ട്. ഇതിന് ശേഷമാണ് എന്ത് രൂപീകരിച്ചത്?
എസ്റ്റാബ്ലിഷ് ചെയ്തത്? ബ്രഹ്മോ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെ? ബ്രഹ്മോ സമാജ്. അപ്പൊ ബ്രഹ്മോ സമാജ് അത് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് സതി അബോളിഷ് ചെയ്യുക. ഇവരുടെ എയിം ഇതൊക്കെയായിരുന്നു. സതി അബോളിഷ് ചെയ്യുക. സതി അബോളിഷ്ഡ്. പിന്നെ വിഡോ മാരേജിന് എന്ത് ചെയ്തു? വിഡോ മാരേജ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്തു. വിഡോ മാരേജ് അത്രയും കാലം വിഡോസ് എന്തായിരുന്നു? ഭർത്താവ് മരിച്ചാല് ഒറ്റപ്പെട്ട് ജീവിക്കണം അല്ലെ? അപ്പൊ ഈ വിഡോ മാരേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു. അപ്പൊ ഈ രാജാറാം മോഹൻ റായ് ഇതൊക്കെ ചെയ്യാൻ, ഈ ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി രണ്ട് ജേർണൽസ് കൂടി അക്കാലത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. സമ്പദ് കൗമുദി. സമ്പദ് കൗമുദി. സമ്പദ് കൗമുദി ഇത് ഇംഗ്ലീഷിലാണ്. വേറൊന്ന് പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ്. പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ് ഇത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഈ രാജാറാം മോഹൻ റായ് ആളൊരു മോണോതിസ്റ്റ് ആയിരുന്നു. എന്താ മോണോതിസ്റ്റ്? മോണോതിസ്റ്റ് പറഞ്ഞാൽ എന്താ? മോണോതിസ്റ്റ് തേയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോഡിൽ വിശ്വസിക്കുന്ന ആളല്ലേ തേയിസ്റ്റ്. ഏത്തീസ്റ്റ് എന്താ? ഏത്തീസ്റ്റ് എന്താ? യുക്തിവാദി. പോളിതീസ്റ്റ് ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ? അപ്പൊ ഈ മോണോതീസ്റ്റും കൂടി ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം ഐഡലാട്രി ഒക്കെ എതിർത്തു. ഐഡലാട്രി പറഞ്ഞാൽ വിഗ്രഹാരാധന അല്ലെ? ഇതിനൊക്കെ എതിർത്ത ആളായിരുന്നു. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയ ജേണലായിരുന്നു പ്രീസസ് ഓഫ് ജീസസ്. പിന്നെയാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ബ്രഹ്മസമാജിൽ പ്രവർത്തിക്കുന്ന കാലത്തുള്ള കാര്യങ്ങളാട്ടോ. വേദാന്ത കോളേജ് 1825 എസ്റ്റാബ്ലിഷ് ചെയ്തു. വേദാന്ത കോളേജ്. രാജാറാം മോഹൻ റായ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, എ ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ്. ഏകദൈവ ആരാധകർക്ക് ഒരു സമ്മാനം അല്ലെ? ഈ ബ്രഹ്മസമാജമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ബ്രഹ്മസമാജിൽ എന്തൊക്കെയാണ് രാജാറാം മോഹൻ റായ് ചെയ്തത്? അപ്പം രാജാറാം മോഹൻ റായുടെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ? ഇതുള്ള വേറെ സംഘടനയാണ് ആര്യ സമാജ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ബ്രഹ്മസമാജിന്റെ എയിം എന്താന്ന് മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ബ്രഹ്മസമാജിന്റെ എയിം എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടെ? ആൾക്കാരെ മോണോതീസ്റ്റുകളാക്കുക. പിന്നെ ഹിന്ദു മതത്തിലുള്ള ഒരുപാട് അനാചാരങ്ങളുണ്ട് അല്ലെ? അതൊക്കെ അബോളിഷ് ചെയ്യാം. സതി, വിഡോസിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ, പിന്നെ ചൈൽഡ് മാരേജ്, ഇതിനൊക്കെ അബോളിഷ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു അവരുടെ എയിം. ഇനി ആര്യ സമാജ് സ്റ്റാർട്ട് ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ബോംബെയിലാണ്
എസ്റ്റാബ്ലിഷ് ചെയ്തത്? ബോംബെ 1875. ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം ചോദിക്കാറുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം ചോദിക്കാറുണ്ട്. ശങ്കർ എന്നാണ് പേര്. ശങ്കർ. ഈ സ്വാമി ദയാനന്ദ സരസ്വതി പേര് കേൾക്കുന്ന പോലെ അറിയാം, സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹം റിലീജിയസ് ആയിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 2 മോട്ടോസ് ഉണ്ട്. മോട്ടോസ്: ഗോ ബാക്ക് ടു വേദാസ്, ഗോ ബാക്ക് ടു വേദാസ്, ഗോ ബാക്ക് ടു വേദാസ്. അടുത്തത് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്നുള്ള സ്ലോഗൻ മുന്നോട്ട് വെച്ചത് ആരാണ്? ഇദ്ദേഹമാണ്, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഫോർ ഇന്ത്യൻസ്. അപ്പൊ ഈ 2 മോട്ടോസ് ഏതൊക്കെയാണ്? ഗോ ബാക്ക് ടു വേദാസും ഇന്ത്യ ഫോർ ഇന്ത്യൻസും. ഇനി ഈ ആര്യ സമാജിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ഇല്ലോജിക്കലായിട്ട് തോന്നാം. ചിലപ്പോൾ ആ സമയത്ത് അതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കും. ഇവര് ഫോർ ഫോൾഡ് വർണ്ണ സിസ്റ്റം ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ ഫോൾഡ് വർണ്ണ സിസ്റ്റം ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്ങനെ? പഴയ കാലത്തുള്ള വേദങ്ങളിലും ഉപനിഷത്തുകളിലൊന്നും പറഞ്ഞിരിക്കുന്ന വർണ്ണ സിസ്റ്റം അല്ല. ബേസ്ഡ് ഓൺ മെറിറ്റ് ആണ്. ബേസ്ഡ് ഓൺ മെറിറ്റ്, നോട്ട് ബേസ്ഡ് ഓൺ ബർത്ത്. എന്താ ഇതിന്റെ മീനിങ്? ചാതുർവർണ്ണം ഉണ്ട് തന്നെയാണ് ഇവരും പറയുന്നത്, അല്ലെ? ചാതുർവർണ്ണം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 4 ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യൻ, ശൂദ്രർ, ഇങ്ങനെ 4 ടൈപ്പ് ആൾക്കാരുണ്ട്. പക്ഷെ അത് മെറിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ബൈ ബർത്ത് ബേസ് ചെയ്തിട്ട് ഉണ്ടാകാൻ പാടില്ല. ഇത് കുറച്ച് ട്രിക്കി അല്ലേ കേൾക്കാൻ, അല്ലെ? ആ സമയത്ത് പാവപ്പെട്ട ആൾക്കാർക്കൊന്നും വിദ്യാഭ്യാസം പോലും കിട്ടൂല. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ മെറിറ്റ് കിട്ടുക? ഓക്കെ, എനിവേ, ശിവരും ദേ ഓപ്പോസ്റ്റ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിനെ എതിർത്തു. അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം, ചൈൽഡ് മാരേജ്, ഇതിനൊക്കെ എതിർത്തു. ആൻഡ് സപ്പോർട്ടഡ് വിഡോ മാരേജ്. പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ്, ഇന്റർകാസ്റ്റ് മാരേജ്, ഇതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്തു. ഇനി ഈ ദയാനന്ദ സരസ്വതി എഴുതിയ ബുക്സ് നമുക്ക് നോക്കാം. ബുക്സ്, ദയാനന്ദ സരസ്വതി ബുക്സ്: സത്യാർത്ഥ പ്രകാശ്, സത്യാർത്ഥ പ്രകാശ്, സത്യാർത്ഥ പ്രകാശ്. വേദഭാഷ്യ ഭൂമിക, വേദഭാഷ്യ ഭൂമിക, വേദഭാഷ്യ ഭൂമിക. വേദഭാഷ്യ, വേദഭാഷ്യ. ഏതൊക്കെയാ? സത്യാർത്ഥ പ്രകാശ്, വേദഭാഷ ഭൂമിക, വേദഭാഷ. ഇതില് ഈ സത്യാർത്ഥ പ്രകാശ് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കി 2ഉം ഞാൻ ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല. സത്യാർത്ഥ പ്രകാശ് എക്സാം ചോദിക്കാറുണ്ട്. ബാക്കി 2ഉം ചോദിച്ച കണ്ടിട്ടില്ല. 2ഉം. ഇനി ദയാനന്ദ സരസ്വതി മരിച്ചതിന് ശേഷം ഇതിന്റെ ലീഡേഴ്സ്, കുറച്ച് ലീഡേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് സെക്ടൊക്കെ ആയിട്ട് തിരിയാണ് ചെയ്തത്. അപ്പൊ പ്രധാനപ്പെട്ട 2 ലീഡേഴ്സ് അല്ലെങ്കിൽ ആര്യ സമാജിസ്റ്റുകളെന്ന് നോക്കാം. ഒന്ന് ലാഗ് ഹൻസ്രാജ് ആണ്. ലാഗ് ഹൻസ്രാജ്, അതായത് ഈ ദയാനന്ദ സരസ്വതി മരിച്ചതിന് ശേഷം വന്ന ഈ സെക്ട് അല്ലെങ്കിൽ ഈ അസോസിയേഷൻ കൊണ്ടുപോയത് ഈ ലാഗ് ഹൻസ്രാജ് ആണ്. പിന്നെ അതിലുള്ള വേറൊരു പ്രൊമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ
ലജ്പത് റായ്, ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്തത് മുഴുവൻ എഴുതുന്നില്ല. രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ കേട്ടിട്ടുണ്ടോ? രാമകൃഷ്ണ മിഷൻ കേട്ടിട്ടുണ്ടാവും, കാരണം വിവേകാനന്ദ സ്റ്റാർട്ട് ചെയ്തതാണ്. വിവേകാനന്ദ 1897 സ്റ്റാർട്ട് ചെയ്തത്. വിവേകാനന്ദ തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എന്ത്, രാമകൃഷ്ണ മിഷൻ. ഇനി വിവേകാനന്ദയുടെ ഒറിജിനൽ നെയിം എന്താ? വിവേകാനന്ദ ഒറിജിനൽ നെയിം എന്താ? നരേന്ദ്രനാഥ് ദത്ത് എന്നാണ് ഒറിജിനൽ നെയിം കേട്ടോ. നരേന്ദ്രനാഥ് ദത്ത്. നരേന്ദ്രനാഥ് ദത്ത് എന്നാണ് ഒറിജിനൽ പേര്. 1897 സ്റ്റാർട്ട് ചെയ്തത്. ഇനി വിവേകാനന്ദയുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, വിവേകാനന്ദയുടെ ചിക്കാഗോ പ്രസംഗം വളരെ വൈറലാ അല്ലെ? വിവേകാനന്ദയുടെ ചിക്കാഗോ പ്രസംഗം യൂട്യൂബിലൊക്കെ ഉണ്ട്, വളരെ വൈറലാണ്. അത് നടന്നത് ഒരു പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ആണ് പരിപാടി. പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അമേരിക്കയിലുള്ള ചിക്കാഗോയിലാണ് ഇത് നടന്നത്. 1893 ഇത് ഉണ്ടായിരുന്നത്. 1893 ഈ പരിപാടി ഉണ്ടായിരുന്നത്. ഇതിലാണ് വിവേകാനന്ദയുടെ പ്രശസ്തമായ ചിക്കാഗോ സ്പീച്ച്. ഇനി വിവേകാനന്ദ പബ്ലിഷ് ചെയ്ത 2 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് പ്രബുദ്ധ ഭാരത, ഇത് ഇംഗ്ലീഷ് പേപ്പറാണ്. പ്രബുദ്ധ ഭാരത ഇംഗ്ലീഷാണ്. അടുത്തത് ഉദ്ബോധന, ഇത് ബംഗാളി ഭാഷയിലുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ മോഡേൺ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത് വിവേകാനന്ദനാണ്. സ്പിരിച്വൽ ഫാദർ ഓഫ് മോഡേൺ നാഷണലിസ്റ്റ് മൂവ്മെന്റ്. സ്പിരിച്വൽ ഫാദർ ഓഫ് മോഡേൺ നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വിവേകാനന്ദനെയാണ്. ഇനി വിവേകാനന്ദന് ശേഷം ഈ ശ്രീരാമകൃഷ്ണ മിഷൻ കൊണ്ടുപോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിസ്റ്റർ നിവേദിത എന്ന് കേട്ടിട്ടുണ്ടോ? സിസ്റ്റർ നിവേദിത ശ്രീരാമകൃഷ്ണ മിഷന്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് ഈ സിസ്റ്റർ നിവേദിതയാണ്. ഈ സിസ്റ്റർ നിവേദിത ഒരു ഐറിഷ് നാഷണൽ ആണ്. ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് മാർഗരറ്റ് നോബിൾ. ഐറിഷ് ആണ്, ഐറിഷ്. ഈ സിസ്റ്റർ നിവേദിതയാണ് വിവേകാനന്ദന് ശേഷം RK മിഷൻ ഇങ്ങനെ പോപ്പുലറൈസ് ചെയ്തത്. സിസ്റ്റർ നിവേദിത. ഇനി ഒന്നുള്ളത് വേദസമാജാണ്. വേദസമാജ് അതായത് ബ്രഹ്മോ സമാജ് ഇൻ സൗത്ത് ഇന്ത്യ ആണ് ദേവസമാജ്. ബ്രഹ്മോ സമാജ് ഇൻ സൗത്ത് ഇന്ത്യ ആണ് വേദസമാജ്. ബ്രഹ്മോ സമാജ് ഇൻ സൗത്ത് ഇന്ത്യ.
ഇത് സ്റ്റാർട്ട് ചെയ്തത് ശ്രീധരാലു നായിഡു ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ശ്രീധരാലു നായിഡു. അദ്ദേഹം ചെയ്തെന്താ വെച്ചാൽ ഈ ബ്രഹ്മസമാജ് എന്തൊക്കെയാണോ നോർത്തിൽ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ സൗത്തിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബ്രഹ്മസമാജിന്റെ ബ്രഹ്മധർമ്മ എന്നിട്ടൊരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ എഴുതിയ, അതൊക്കെ തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ ശ്രീധരാലു നായിഡു ആണ്. പേരൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. വേദസമാജ്. വേദസമാജ് എന്താണ്? ബ്രഹ്മോ സമാജ് ഇൻ സൗത്ത് ഇന്ത്യ ആണ്. ഓക്കെ, ഇനി അടുത്തത് യങ് ബംഗാൾ മൂവ്മെന്റ് ആണ്. യങ് ബംഗാൾ മൂവ്മെന്റ്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂത്ത് ചേർന്നിട്ട് തുടങ്ങിയതാണ് യങ് ബംഗാൾ മൂവ്മെന്റ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് വിവിയൻ ഡെറോസിയോ എന്നിട്ടുള്ള ഒരാളാണ്. വിവിയൻ ഡെറോസിയോ കൽക്കട്ടയിലുള്ള ഹിന്ദു കോളേജിലെ ഒരു ടീച്ചറാണ്. ഈ വിവിയൻ ഡെറോസിയോ. ഇവരെ ഡെറോസിയൻസും കൂടി പറയാറുണ്ട് കേട്ടോ. യങ് ബംഗാൾ മൂവ്മെന്റിലുള്ള ആൾക്കാർ എന്താണ് പറയാ? ഡെറോസിയൻസ് കൂടി പറയാറുണ്ട്. ഡെറോസിയൻസ്. ഈ ഡെറോസിയ 2 പേപ്പേഴ്സ് എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഡെറോസിയ എഡിറ്റ് ചെയ്യുന്ന 2 പേപ്പേഴ്സിന്റെ പേരാണ് കൽക്കട്ട ഗസറ്റ്, വേറൊന്ന് ഇന്ത്യൻ ഗസറ്റ്. അപ്പോൾ യങ് ബംഗാൾ മൂവ്മെന്റ് ആ പേരൊന്ന് ഓർമ്മിക്കണേ. പിന്നെ 2 പത്രങ്ങളുടെ പേര്: വിവിയൻ ഡെറോസിയോ, ഡെറോസിയൻസ്, കൽക്കട്ട ഗസറ്റ്, ഇന്ത്യൻ ഗസറ്റ്. വേറൊരു മൂവ്മെന്റ് ആയിരുന്നു നാംദാരി അല്ലെങ്കിൽ കുക്ക മൂവ്മെന്റ്. കുക്ക എന്ന് പറയുന്നത് പഞ്ചാബിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. സിഖുകാർ തന്നെയാണ്. കുക്ക മൂവ്മെന്റ് എന്ന് പറയുന്നത് സിഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ബലക് സിംഗും ബാബ റാം സിംഗും ചേർന്നാണ്. സ്റ്റാർട്ട് ചെയ്തത് 1841 ലുധിയാനയിൽ വെച്ചിട്ടാണ്. ലുധിയാന എവിടെയാ? പഞ്ചാബിൽ അല്ലെ. 1841 ലുധിയാനയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സിക്കിസത്തിന്റെ സ്പിരിറ്റും ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെന്റ് ആണിത്. അതായത് എന്താണ്, ബ്രിട്ടീഷുകാർക്ക് എതിരാണല്ലോ എല്ലാവരും പോരാട്ടം. ഈ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് പഞ്ചാബിനെ മോചിപ്പിക്കുക, സിക്കിനെ മോചിപ്പിക്കുക എന്നുള്ള ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നാംദാരി അല്ലെങ്കിൽ കുക്ക മൂവ്മെന്റ്. സോ ഐ തിങ്ക് ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ. ബാക്കി കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ ബാക്കി കഥ കൂടി പറയാം, എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം കൂടി പറയാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമുക്ക് നോട്ട് ചെയ്യുക കൂടെ ചെയ്യാം അതിൻ്റെ കൂടെ. പോരെ? So, how was the class? Was it helpful or not? ഒന്നും പറയാനില്ല. ഓക്കെ. സാർ ഒരു ഡൗട്ട് കൂടെ. ഈ ബ്രഹ്മസമാജം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ കേശവ് ചന്ദ്ര സെന്നുമായിട്ട് എന്തിനാണ് ബന്ധം? ആരാണ്? അറിയാമോ? കേശവ് ചന്ദ്ര സെൻ എന്ന് പറഞ്ഞു. അതായിരിക്കില്ല. കുറച്ച് 1-2 പേര് കൂടി ഉണ്ട്. അതായത് ഈ ബ്രഹ്മസമാജം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് അവസാനം 1-2 സെക്ട് ആയിട്ട് മാറി. മനസ്സിലായല്ലോ? 1866 ആണ് അതിൽ പറഞ്ഞേക്കുന്നത്. 1866 ആണ് പറഞ്ഞേക്കുന്നത്. 66 അല്ല. അപ്പൊ അത്
ആ ഓക്കെ ഓക്കെ. അതായത് ഈ ബ്രഹ്മസമാജ് ഇല്ലേ, ഈ രാജാറാം മോഹൻ റായുടെ കാലത്തിന് ശേഷം ഇത് വേറെ കുറച്ച് ആൾക്കാരാണ് ഏറ്റെടുത്തത്. 1-2 പേരുണ്ടായിരുന്നു, അവര് 1-2 സെക്ട് ആയിട്ട് അങ്ങ് മാറി. അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത്. ആ ബ്രഹ്മസമാജ് ഓഫ് 1866 എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മോക്കിലാണ് കണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേശവ് ചന്ദ്ര സെൻ അല്ലേ? ഓ 58 ജോയിൻ ചെയ്തതാണ്. പിന്നെ ഒരു ദേവേന്ദ്രനാഥ് ടാഗോർ കൂടി ഉണ്ട്. അങ്ങനെ 2 പേരുണ്ട്. പിന്നെ ഇവര് പിന്നെ നടന്നത് എന്നാണ്, അതുകൂടി ഞാൻ പറയാം. നടന്നത് എന്നാന്ന് വെച്ചാൽ ഈ ബ്രഹ്മസമാജിലുള്ള ഈ ദേവേന്ദ്രനാഥ് ടാഗോർ ആദി ബ്രഹ്മസമാജ് ഉണ്ടാക്കി, ആദി ബ്രഹ്മോ സമാജ് ഉണ്ടാക്കി. പിന്നെ ഇദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് തത്വബോധിനി സഭ. തത്വബോധിനി സഭ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറച്ചുകൂടി വളരെ ഡീപ്പായിട്ട് പോണെയാണ്, ഞാൻ അതുകൊണ്ട് മനഃപൂർവ്വം അത് ഒഴിവാക്കിയതാണ്. ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ മോക്ക് എടുത്തവൻ കണ്ടിരുന്നു സാർ. പക്ഷേ നീനു ഇത് പക്ഷേ ഇത് ഒരുപാട് ഡീപ്പാണ്. ഇത്ര ഡീപ്പായി ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ മോക്കിൽ കണ്ട സ്ഥിതിക്ക് ഇതുകൂടി ഒന്ന് എഴുതണേ. ഇത് ദേവേന്ദ്രനാഥ് ടാഗോർ സ്റ്റാർട്ട് ചെയ്തതാണ്. ദേവേന്ദ്രനാഥ് ടാഗോർ 2 പേരാണ് ഈ രാജാറാം മോഹൻ റായ്ക്ക് ശേഷം വന്നത്. ദേവേന്ദ്രനാഥ് ടാഗോർ, അതിനുശേഷം ആദി ബ്രഹ്മോ സമാജം തത്വബോധന സഭ ഉണ്ടാക്കി. ഈ KC സെൻ അല്ലെങ്കിൽ കേശവ് ചന്ദ്ര സെൻ, KC സെൻ ഇദ്ദേഹം ഇതിന്റെ വേറൊരു സെക്ടാക്കി മാറ്റി, ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യ. ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യ. ഇവിടെ ഒന്നുമില്ല, അതായത് നമ്മളിപ്പോ കണ്ടിട്ടില്ലേ ഈ ഏതാണ് നമ്മുടെ എന്താ പറയാ പാലയിലാണ് കേരള കോൺഗ്രസ്. അത് ആദ്യം ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേറെ ആൾക്കാർ ഇത് വരുന്നതിന് അവരുടെ ഇതിനു വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നില്ലേ. ഉണ്ടായി കേരള കോൺഗ്രസ്, MJ ജോസഫ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, ആ ഒരു ടൈപ്പ്. ഓക്കെ അല്ലേ? ഞാൻ ഇത് കുറച്ചുകൂടി ഡീപ്പാണ്, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. എന്തായാലും ഇത് മോക്കിന് ചോദിച്ച സ്ഥിതിക്ക് ഇതൊന്നും എഴുതി വെച്ചോളൂ അവിടെ എല്ലാവരും. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. 2 ക്ലാസ് കൊണ്ട് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.